നമസ്കാരം. കേരള നവോത്ഥാനം എന്ന സിലബസ് ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഞാൻ ശ്യാം. ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്ക് പഠിച്ചു തുടങ്ങാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി 1873 ഡിസംബർ മാസം 28-നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത്. ആ ഡേറ്റ് അത്രത്തോളം പ്രാധാന്യം ഇല്ല, എന്നാലും ആ വർഷം ഓർക്കാൻ ശ്രമിക്കുക. 1873 ഡിസംബർ 28-ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നു. അദ്ദേഹം 1932 ഒക്ടോബർ 31-ന് മരണപ്പെട്ടു. ഓർക്കാൻ ശ്രമിക്കണം. അപ്പോൾ 1873 ജനിച്ചിട്ട് 1932 വക്കം അബ്ദുൽ ഖാദർ മൗലവി മരണപ്പെട്ടത്. നമുക്കറിയാം, ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലെ വക്കം, അല്ലെ? എവിടെ ജന്മസ്ഥലം? തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലെ വക്കം. അതാണ് പേര്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1873 ജനിച്ചിട്ട് 1932 മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് മുഹമ്മദ് കുഞ്ഞ് എന്നാണ്. പിതാവിന്റെ പേര് എന്തുവാണ്? മുഹമ്മദ് കുഞ്ഞ്. അമ്മയുടെ പേരാണ് ആഷ് ബീവി. അപ്പൊ ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി. മുഹമ്മദ് കുഞ്ഞിന്റെയും ആഷ് ബീവിയുടെയും മകനായി പൂത്രോൻ വിളാകം വീട്ടുപേരെന്തുവാ? പൂത്രോൻ വിളാകം വീട്ടിൽ 1873 വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചു. ഓർത്തോണം. അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വീട്ടുപേരെന്താണ്? പൂത്രോൻ വിളാകം വീട്. ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലെ വക്കം. ജനിച്ച വർഷം 1873. 1932 മരണപ്പെട്ടു. പിതാവിന്റെ പേര് മുഹമ്മദ് കുഞ്ഞ്, അമ്മയുടെ പേര് ആഷ് ബീവി. ശ്രദ്ധിക്കണം, കേരളത്തിന്റെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ്. പറഞ്ഞ പോയിന്റ് എന്തുവാണ്? കേരളത്തിന്റെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓർക്കണം, കേരളത്തിന്റെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഈ വക്കം അബ്ദുൽ ഖാദർ മൗലവി 1905, ഏത് വർഷമാണ്? 1905 ഒന്നാം മാസം. അപ്പൊ ഏത് മാസം വരും? ജനുവരി വരും. വരത്തില്ലേ? ആ 905 ഫസ്റ്റ് 2 നമ്പേഴ്സ് എടുക്കുക, 19. അപ്പൊ 905 ജനുവരി 19 വക്കം അബ്ദുൽ ഖാദർ മൗലവി പുറത്തിറക്കിയ പത്രമാണ് സ്വദേശാഭിമാനി. ഓർക്കണം, അപ്പോൾ 1905 ജനുവരി 19 വക്കം അബ്ദുൽ ഖാദർ മൗലവി പുറത്തിറക്കിയ പത്രമാണ് സ്വദേശാഭിമാനി. പഠിച്ചില്ലേ? ഈ പത്രത്തിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ല ഒരു നാടിനെ. വാക്കെന്തുവാണ്? ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ല ഒരു നാടിനെ എന്നുള്ളതാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആപ്തവാക്യം, സ്ലോഗൻ. ഈ പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപര് എന്ന് പറയുന്നത് CP ഗോവിന്ദപിള്ള അഥവാ ചിറയൻകീഴ് P ഗോവിന്ദപിള്ളയാണ്. അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപര് CP ഗോവിന്ദപിള്ള. ഈ പത്രത്തിന്റെ രണ്ടാമത്തെ പത്രാധിപരാണ് സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ള. ശ്രദ്ധിക്കണം, സ്വദേശാഭിമാനി പത്രത്തിന്റെ രണ്ടാമത്തെ പത്രാധിപരാണ് സ്വദേശാഭിമാനി K രാമകൃഷ്ണപിള്ള. പത്രം ആദ്യം പുറത്തിറക്കിയ സ്ഥലം അഞ്ചുതെങ്ങ്. സ്വദേശാഭിമാനി പത്രം ആദ്യം പുറത്തിറക്കിയ സ്ഥലം അഞ്ചുതെങ്ങ്. ഈ പത്രം രണ്ടാമതായിട്ട് പുറത്തിറക്കിയ സ്ഥലം വക്കം. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? പത്രത്തിന്റെ പേര് സ്വദേശാഭിമാനി. പത്രം പുറത്തിറക്കിയ വർഷം 905 ജനുവരി 19. ഈ പത്രം ആദ്യം പുറത്തിറക്കിയ സ്ഥലം 905 5 ഇങ്ങെടുക്കുക, അഞ്ചുതെങ്ങ്. ഈ പത്രം രണ്ടാമതായിട്ട് പുറത്തിറക്കിയ സ്ഥലം വക്കം. എവിടെയാ സ്ഥലം? വക്കം. പഠിച്ചില്ലേ? ശ്രദ്ധിക്കണം, ഈ പത്രത്തിന്റെ പ്രവർത്തനം വക്കത്തേക്ക് മാറ്റിയ വർഷം 907. സ്വദേശാഭിമാനി പത്രത്തിന്റെ പ്രവർത്തനം വക്കത്തേക്ക് മാറ്റിയ വർഷം 907. പത്രത്തിന്റെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള. ഈ പത്രത്തിന്റെ രണ്ടാമത്തെ പത്രാധിപരായിട്ട് K രാമകൃഷ്ണപിള്ള ചുമതലയേറ്റ വർഷം 906. ക്ലിയർ ആണോ?
905 പത്രമാണ് സ്വദേശാഭിമാനി എങ്കിൽ 906 കെ രാമകൃഷ്ണപിള്ള പത്രാധിപരായിട്ട് ചുമതലയേൽക്കുകയും 905 ഈ പത്രം പുറത്തിറക്കിയ സ്ഥലം വക്കമാണെങ്കിൽ 907 ആയപ്പോൾ പത്രത്തിന്റെ പ്രവർത്തനം വക്കത്തേക്ക് മാറ്റുകയും ചെയ്തു. 905 ഈ പത്രം പുറത്തിറക്കിയ സ്ഥലം അഞ്ചുതങ്ങാണെങ്കിൽ 907 ഈ പത്രത്തിന്റെ പ്രവർത്തനം വക്കത്തേക്ക് മാറ്റുകയും ചെയ്തു. ശരിയല്ലേ? തിരിച്ചു വരാം. ഏതാണ്ട് ഈ ഒരു സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് എന്ന് പറയുന്നയാള് ശ്രീമൂലം തിരുനാൾ, രാജാവിന്റെ പേരെന്തുവാണ്? ശ്രീമൂലം തിരുനാൾ. ഈ സമയം ട്രാവൻകൂറിന്റെ ദിവാൻ എന്ന് പറയുന്നയാള് പി രാജഗോപാല ആചാരി. എംശല് മാറിപ്പോവല്ലേ, സി അല്ല, പി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരന്റെ പേര് സി രാജഗോപാലാചാരി. ഏതാണ്ട് ഈ ഒരു സമയം തിരുവിതാംകൂർ ദിവാൻ എന്ന് പറയുന്നയാള് പി രാജഗോപാലാചാരി. സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയ പി രാജഗോപാലാചാരിയെ കളിയാക്കിക്കൊണ്ട് സ്വദേശാഭിമാനി പത്രത്തിന്റെ രണ്ടാമത്തെ പത്രാധിപരായിരുന്ന കെ രാമകൃഷ്ണപിള്ള ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ പേരാണ് ജാരഗോപാലാചാരി. ലേഖനത്തിന്റെ പേരെന്തുവാണ്? ജാരഗോപാലാചാരി. ഈ സമയം തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ പണം അനാവത്തായിട്ട് ശ്രീമൂലം തിരുനാൾ ചിലവാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമൂലത്തിനെതിരെ കെ രാമകൃഷ്ണപിള്ള എഴുതിയ ലേഖനത്തിന്റെ പേരാണ് 1,00,000 രൂപ. വ്യക്തമാണോ പറഞ്ഞേ? അപ്പൊ രാജാവിനെയും ദിവാനെയും വിമർശിച്ചുകൊണ്ട് കെ രാമകൃഷ്ണപിള്ള ആ സമയത്ത് 2 ലേഖനങ്ങൾ എഴുതി. പി രാജഗോപാലാചാരിയെ കളിയാക്കിക്കൊണ്ട് ജാരഗോപാലാചാരി എന്നും ശ്രീമൂലം തിരുനാള് അനാവത്തായിട്ട് പണം ചിലവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1,00,000 രൂപ എന്നീ ലേഖനങ്ങൾ കെ രാമകൃഷ്ണപിള്ള എഴുതിയിട്ട് നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്വദേശാഭിമാനി പത്രത്തിൽ അച്ചടിച്ചു. അതിൽ എതിർത്തുകൊണ്ട് രാജാവായ ശ്രീമൂലവും ദിവാനായ പി രാജഗോപാലാചാരിയും ചേർന്നുകൊണ്ട് കെ രാമകൃഷ്ണപിള്ളയെ 1910 സെപ്റ്റംബർ മാസം 26 മദ്രാസിലേക്ക് നാടുകടത്തി. ആ നാടുകടത്തപ്പെട്ട പ്രോപ്പർ സ്ഥലമാണ് തിരുനെൽവേലി. എവിടെയാണ്? തിരുനെൽവേലി. മദ്രാസിലേക്ക് നാടുകടത്തുകയും അഥവാ മദ്രാസിലെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തുകയും രാജാവും ദിവാനും കൂടി ചേർന്നിട്ട് സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും ചെയ്തു. വ്യക്തമാണോ പറഞ്ഞേ? അപ്പോൾ കെ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തി സ്വദേശാഭിമാനി പത്രം നിരോധിച്ച വർഷം 910 സെപ്റ്റംബർ മാസം 26. ഈ പത്രം ബാൻ ചെയ്ത രാജാവിന്റെ പേര് ശ്രീമൂലം, ദിവാന്റെ പേര് പി രാജഗോപാല ആചാരി. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? തിരിച്ചു വരാൻ പോവാണ്. ഈ സമയത്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്റെ പത്രാധിപരായിരുന്ന കെ രാമകൃഷ്ണ പിള്ളയെ കുറിച്ച് പറഞ്ഞ വാചകമാണ്: എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന്. പറഞ്ഞ വാക്കെന്താണ്? എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് എന്നാണ് ഈ സമയത്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവി അഭിപ്രായപ്പെട്ട വാചകം. ക്ലിയർ ആണ് പറഞ്ഞ കാര്യം? അപ്പൊ ഒന്നുകൂടെ 905 ജാനുവരി മാസം 19 പുറത്തിറക്കിയ പത്രമാണ് സ്വദേശാഭിമാനി. ആദ്യം പുറത്തിറക്കിയ സ്ഥലം അഞ്ചുതങ്ങ്, രണ്ടാമതായിട്ട് പുറത്തിറക്കിയ സ്ഥലം വക്കം. പത്രത്തിന്റെ പ്രവർത്തനം വക്കത്തേക്ക് മാറ്റിയ വർഷം 907. പത്രത്തിന്റെ ആദ്യ പത്രാധിപര് CP ഗോവിന്ദപിള്ളയും രണ്ടാമത്തെ പത്രാധിപര് കെ രാമകൃഷ്ണപിള്ളയും. കെ രാമകൃഷ്ണപിള്ള പത്രാധിപരായിട്ട് ചുമതലയേറ്റ വർഷം 906. ആപ്തവാക്യം: ഭയ കൗടില്യ ലോഭങ്ങൾ വളർത്തില്ല ഒരു നാടിനെ. ഈ സമയം രാജാവിന്റെ പേര് ശ്രീമൂലം, ദിവാൻ പി രാജഗോപാലാചാരി. രണ്ടുപേരെയും കളിയാക്കിക്കൊണ്ട് 1,00,000 രൂപ, ജാരഗോപാലാചാരി എന്നീ ലേഖനങ്ങൾ കെ രാമകൃഷ്ണപിള്ള അച്ചടിച്ച പത്രം സ്വദേശാഭിമാനി. അതിനെ എതിർത്തുകൊണ്ട് രാജാവും ദിവാനും ചേർന്നുകൊണ്ട് ഈ പത്രം നിരോധിക്കുകയും കെ രാമകൃഷ്ണപിള്ളയെ മദ്രാസിലേക്ക് നാട് കടത്തുകയും ചെയ്തു. അപ്പോൾ ഒരു ചോദ്യമുണ്ട്: മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് ബാൻ ചെയ്ത പത്രം ഏതാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? മലയാളത്തില് ആദ്യമായിട്ട് നിരോധിച്ച പത്രം ഏതാണ്? ഉത്തരം സ്വദേശാഭിമാനിയല്ല. ആ ആൻസർ മാറിപ്പോവല്ലേ. ആ ഉത്തരമാണ് സന്ദിഷ്ടവാദി. ദ ഫസ്റ്റ് ബാൻഡ് ന്യൂസ് പേപ്പർ ഇൻ മലയാളം. മലയാളത്തില് ആദ്യമായിട്ട് ബാൻ ചെയ്ത പേപ്പറിന്റെ പേരെന്തുവാണ്? സന്ദിഷ്ടവാദി. ഈ പത്രത്തിന്റെ സ്ഥാപകൻ W.H. മൂർ എന്ന വ്യക്തിയാണ്.
എച്ച് മൂർ, ഓർത്തു വെക്കണേ. അപ്പോൾ WH മൂർ സ്ഥാപിച്ച പത്രമാണ് സന്ദിഷ്ടവാദി. ഈ പത്രമാണ് മലയാളത്തിൽ ആദ്യമായിട്ട് നിരോധിച്ച പത്രം. ശരിയല്ലേ? അപ്പൊ കെ രാമകൃഷ്ണപിള്ളയെ 910 സെപ്റ്റംബർ മാസം 26-ന് നാട് കടത്തിയെങ്കിൽ അതേ വർഷം തന്നെയാണ് കെ രാമകൃഷ്ണപിള്ള ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായതും. അപ്പൊ കെ രാമകൃഷ്ണപിള്ള ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 910 ആണ് എന്ന് ഓർത്തു വെക്കുക. അദ്ദേഹത്തെ നാട് കടത്തിയില്ലേ? അന്ന് എഴുതിയ ആത്മകഥയാണ് എന്റെ നാട് കടത്തൽ. അപ്പൊ കെ രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് ഇത്, എന്റെ നാട് കടത്തൽ. പഠിച്ചില്ലേ? നമുക്ക് തിരികെ വരാം. ഇനി മുസ്ലിം പ്രിന്റിംഗ് പ്രസ്. മുസ്ലിം പ്രിന്റിംഗ് പ്രസ്, ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ ഒന്നുകൂടെ, മുസ്ലിം പ്രിന്റിംഗ് പ്രസ്, ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ്, രണ്ടിന്റെയും സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓർത്തു വെക്കണം. അപ്പോൾ സ്വദേശാഭിമാനി പത്രം, മുസ്ലിം പ്രിന്റിംഗ് പ്രസ്, ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ച വ്യക്തി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി വക്കം അബ്ദുൽ ഖാദർ മൗലവി പുറത്തിറക്കിയ ബാക്കി ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ഏതെല്ലാം? നമുക്കൊന്ന് ശരിക്കും അറിയാം. 905-ലെ പത്രമായ സ്വദേശാഭിമാനി, അല്ലെ? ഓർക്കണം, 1906 പിറ്റേ വർഷം 906-ൽ അദ്ദേഹം പുറത്തിറക്കിയ രണ്ടാമത്തെ പ്രസിദ്ധീകരണമാണ് മുസ്ലിം. ഓർത്തു വെക്കണേ. അപ്പൊ 906-ൽ മുസ്ലിം എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയ വ്യക്തി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി 1918-ൽ വക്കം മൗലവി പുറത്തിറക്കിയ മറ്റൊരു പത്രമാണ് അൽ ഇസ്ലാം. മാറിപ്പോവല്ലേ? അപ്പൊ 918 അൽ ഇസ്ലാം, 906 മുസ്ലിം, 905 സ്വദേശാഭിമാനി. ഓക്കെ. 1931 ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, വക്കം അബ്ദുൽ ഖാദർ മൗലവി മരിച്ചതിന്റെ തലേ വർഷം 931-ൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി പുറത്തിറക്കിയ ഏറ്റവും പ്രസിദ്ധമായ മാസികയുടെ പേര്, പത്രമാണോ അല്ല, മാസികയുടെ പേര്, ആ മാസികയുടെ പേരാണ് ദീപിക. അപ്പൊ ഓർത്തു വെക്കണം, ദീപിക എന്ന മാസികയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ദീപിക എന്ന മാസിക പുറത്തിറക്കിയ വർഷം 1931. ഖുറാൻ ആദ്യമായിട്ട്, വാക്കെന്താണ്? ഖുറാൻ ആദ്യമായിട്ട് മലയാളത്തിൽ അച്ചടിച്ച മാസികയാണ് ദീപിക. ഓർത്തു വെക്കുമോ? ഖുറാൻ ആദ്യമായിട്ട് മലയാളത്തിൽ അച്ചടിച്ച മാസികയാണ് ദീപിക. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, മലയാളത്തിൽ ഇന്നും ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള പത്രമാണ് ദീപിക. ആ ദീപിക പത്രം പുറത്തിറക്കിയ വർഷം 1887. ആ ദീപിക പത്രത്തിന്റെ സ്ഥാപകന്റെ പേര് നിധീകരിക്കൽ മാണിക്കത്തനാർ. പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പൊ ദീപിക പത്രം വേറെ, ദീപിക മാസിക വേറെ. ദീപിക പത്രം ക്രിസ്തീയ പത്രവും ദീപിക മാസിക മുസ്ലിം മാസികയുമാണ്. പഠിച്ചോ? അപ്പൊ തിരിച്ചു വരാം. 905 സ്വദേശാഭിമാനി, 906 മുസ്ലിം, 918 അൽ ഇസ്ലാം, 931 ദീപിക മാസിക. ഒന്ന് ഉറപ്പിക്കുവാണ്. അപ്പോൾ 1924 പുറത്തിറക്കിയ പേപ്പറിന്റെ പേരെന്തുവാ? അത് അൽ അമീൻ. മാറിപ്പോവല്ലേ? 924-ൽ പുറത്തിറക്കിയ പേപ്പറിന്റെ പേരെന്തുവാണ്? അൽ അമീൻ. അപ്പൊ ആരുടെ പേപ്പർ? അൽ അമീൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ശരിയാണോ? അപ്പൊ അൽ ഇസ്ലാം വക്കം മൗലവി, അൽ അമീൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. കിട്ടുന്നുണ്ടോ? അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്, അൽ അമീൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, അൽ ഇസ്ലാം വക്കം അബ്ദുൽ ഖാദർ മൗലവി. പഠിച്ചോ? തിരികെ വരാം. ഇനി വക്കം മൗലവി സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകൾ, നമ്മൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ടും 6 സംഘടനകളുടെ പേരും ഓർത്തു വെക്കണം. വക്കം മൗലവിയുടെ 6 സംഘടനകളുടെ പേരും ഓർത്തു വെക്കണം. നമ്മൾ പഠിക്കാൻ പോകുന്ന വക്കം മൗലവിയുടെ ഒന്നാമത്തെ സംഘടനയുടെ പേര് കേട്ടിരിക്കുക, ഇപ്പൊ തന്നെ പഠിച്ചോണം. വക്കം മൗലവി ജന്മസ്ഥലമായ നാട്ടുരാജ്യം ഏതാ? തിരുവിതാംകൂർ അല്ലേ? പേരെന്തുവാ? തിരുവിതാംകൂർ. ശരിയല്ലേ? അപ്പൊ തിരുവിതാംകൂർ വാക്ക് ചേർത്തു. ഇനി കേരളത്തിന്റെ മുസ്ലിം നവോത്ഥാനം പിതാവാര? വക്കം മൗലവി അല്ലേ? മുസ്ലിം വാക്ക് ചേർത്തല്ലോ. അപ്പൊ തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ. വാക്കെന്തുവാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ, അല്ലെങ്കിൽ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ. ഒന്ന് പഠിച്ചോ, തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ. രണ്ടാമത്തെ, വക്കം മൗലവിയുടെ ജന്മസ്ഥലമായ താലൂക്കിന്റെ പേരെന്തുവാ? ജന്മസ്ഥലമാ ചിറയൻകീഴ്, നാട്ടുരാജ്യമാ തിരുവിതാംകൂർ, ജില്ലയാ തിരുവനന്തപുരം. അപ്പൊ ആ താലൂക്കിന്റെ പേരെന്തുവാ? ചിറയൻകീഴ്. ഓർമ്മയില്ലേ? സ്വദേശാഭിമാനി പത്രത്തിന്റെ ആരാ ഫസ്റ്റ് പത്രാധിപര്?
ചിറയൻകീഴ് പി ഗോവിന്ദപിള്ള, CP ഗോവിന്ദപിള്ള. അപ്പൊ ചിറയൻകീഴ് തന്നെയാണ് വക്കം മൗലവിയുടെയും താലൂക്ക് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ വക്കം മൗലവിയുടെ രണ്ടാമത്തെ സംഘടനയുടെ പേര് ചിറയൻകീഴ്. ഫസ്റ്റ് വാക്ക് എന്തുവാ? ചിറയൻകീഴ്. എന്താ ചിറയൻകീഴ്? താലൂക്ക് അല്ലേ? അപ്പൊ ചിറയൻകീഴ് താലൂക്ക്. മുസ്ലിം വാക്ക് വീണ്ടും ചേർക്കുക, മുസ്ലിം വാക്ക് ചേർത്തു, കൂടെ ചേർക്കുക സമാജം. പഠിച്ചോ? ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം. അപ്പൊ ഒന്നാമത്തെ തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ, രണ്ടാമത്തെ ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം, മൂന്നാമത്തെ ആ മുസ്ലിം വാക്കെടുത്തെ മുസ്ലിം ഐക്യ സംഘം. മുസ്ലിം ഐക്യ സംഘം ഓർത്തു വെച്ചേക്കണം. മുസ്ലിം ഐക്യ സംഘം സ്ഥാപിതമായ വർഷം 1922. മറന്നു പോവല്ലേ? മുസ്ലിം ഐക്യ സംഘം സ്ഥാപിതമായ വർഷം 1922. ഈ മുസ്ലിം ഐക്യ സംഘത്തിന്റെ ആസ്ഥാനം കൊടുങ്ങല്ലൂർ. മറക്കല്ലേ? അപ്പൊ 1922 മുസ്ലിം ഐക്യ സംഘം, ആസ്ഥാനം കൊടുങ്ങല്ലൂർ. ക്ലിയർ ആവുന്നുണ്ടോ? തിരിച്ചു വരാം. മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചില്ലേ? ഇനി SNDPയുടെ പേരെന്നോർത്തെ. SNDP ഫുൾ ഫോം എന്തുവാ? ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം അല്ലെങ്കിൽ യോഗം. ശരിയല്ലേ? അവിടെ ഗുരുവിന്റെ പേര് കളഞ്ഞേ. ആലോചിച്ച് നോക്കിയേ. SNDP അല്ലെ? ശ്രീ നാരായണ ധർമ്മ പരിപാലന സംഘം. അവിടെ ഗുരുവിന്റെ പേര് കളഞ്ഞിട്ട് അവിടെ ഇസ്ലാം എന്ന് ചേർത്തോ? ഇസ്ലാം എന്ന്. ഇനി വായിച്ചു നോക്കിയേ. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ആരാ സ്ഥാപിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പൊ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിതമായ വർഷം 1918. 1922 സംഘടന മുസ്ലിം ഐക്യ സംഘം, ആസ്ഥാനം കൊടുങ്ങല്ലൂർ. 1918 സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, ആസ്ഥാനം നിലയ്ക്കമുക്ക്. എവിടെയാണ്? നിലയ്ക്കമുക്ക്. അപ്പൊ നിലയ്ക്കമുക്ക് ആസ്ഥാനമാക്കി 1918 ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ച വ്യക്തി ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. പഠിച്ചില്ലേ? ആ വാക്കെന്തുവാ? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ശരിയല്ലേ? ആ ധർമ്മം എടുത്തില്ലയോ? പുതിയ പേരെന്തുവാ? ധർമ്മ പോഷിണി സഭ. പേരെന്തുവാണ്? ധർമ്മ പോഷിണി സഭ. ധർമ്മ പോഷിണി സഭ. അവസാനമായിട്ട് ലിജാഹുത്തുൽ. വാക്കെന്തുവാ? ലിജാഹുത്തുൽ മുഹമ്മദിയ അസോസിയേഷൻ. പേരെന്തുവാ? ലിജാഹുത്തുൽ മുഹമ്മദിയ അസോസിയേഷൻ. അപ്പോൾ വക്കം മൗലവിയുടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ സംഘടനകൾ 6 ഒന്നാമത്തെ തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ അല്ലെങ്കിൽ അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ. 2 ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം. ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം. മൂന്നാമത്തെ മുസ്ലിം വാക്കെടുത്തെ മുസ്ലിം ഐക്യ സംഘം. മുസ്ലിം ഐക്യ സംഘം. ആ മുസ്ലിം ഐക്യ സംഘം ആസ്ഥാനം കൊടുങ്ങല്ലൂർ. സ്ഥാപിതമായ വർഷം 1922. നാലാമത്തെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. സ്ഥാപിതമായ വർഷം 1918. ആസ്ഥാനം നിലയ്ക്കമുക്ക്. അഞ്ചാമത്തെ ധർമ്മ പോഷണി സഭ. ആറാമത്തെ ലിജാഹുത്തുൽ മുഹമ്മദിയ അസോസിയേഷൻ. ലാസ്റ്റ് വാക്ക് എന്തോ പറഞ്ഞേ? ലിജാഹുത്തുൽ മുഹമ്മദിയ അസോസിയേഷൻ. സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. അവിടെ ഒരു പോയിന്റ് ഉണ്ട്, മാറിപ്പോവല്. ലാസ്റ്റ് വാക്കെടുത്തേ മുഹമ്മദിയ. വാക്കെടുത്തോ? വാക്കെന്തോ എടുത്തേക്കുന്നേ? മുഹമ്മദിയ. ഇനി ഇവിടെ പറഞ്ഞ വാക്ക് അസോസിയേഷൻ അല്ലേ? നമുക്ക് ആ വാക്കൊന്ന് മാറ്റി പിടിക്കാം. സഭ. അപ്പൊ വാക്കെന്തുവാ? മുഹമ്മദിയ സഭ. വാക്കെന്തുവാ? മുഹമ്മദിയ സഭ. മാറിപ്പോവരുതേ പഠിക്കുമ്പോൾ. മുഹമ്മദിയ സഭയുടെ സ്ഥാപകന്റെ പേര് മക്തി തങ്ങൾ. ഓർത്തു വെക്കണേ. മുഹമ്മദിയ സഭയുടെ സ്ഥാപകന്റെ പേര് മക്തി തങ്ങൾ. മക്തി തങ്ങൾ ഓർത്തു വെക്കണേ. മാതൃഭാഷയുടെ പോരാളി എന്ന് വിളിക്കപ്പെട്ട മുസ്ലിം നവോത്ഥാന നായകൻ ആര്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? മാതൃഭാഷയുടെ പോരാളി എന്ന് വിളിക്കപ്പെട്ട മുസ്ലിം നവോത്ഥാന നായകൻ ആരാണ്? ആ ഉത്തരം എന്താണ്? മക്തി തങ്ങള്. അപ്പോൾ മുഹമ്മദിയ സഭയുടെ സ്ഥാപകൻ മക്തി തങ്ങളാണെങ്കിൽ ലിജാഹുത്തുൽ മുഹമ്മദിയ അസോസിയേഷന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. പഠിച്ചില്ലേ? നമുക്ക് തിരികെ വരാം. ഇനി വക്കം മൗലവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ നിങ്ങൾ പ്രധാനമായിട്ട് 2 ഓർത്തു വെക്കുക. ഒന്നാമത്തെ ബുക്കിന്റെ പേര് ഇസ്ലാം. വാക്കെന്തുവാ? ഇസ്ലാം. ഇസ്ലാം ഒരു മതമല്ലേ? അപ്പൊ ഇസ്ലാം മത. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം. വാക്കെന്തുവാ? ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം. വാക്കെന്തുവാ? ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം. രണ്ടാമത്തെ ബുക്കിന്റെ പേര് ദൗറുൽ സ്വബാഹ്. അറബിയാണ് വേർഡ്.
ദൗറുൽ സ്വബാഹ്, ദൗറുൽ സ്വബാഹ്. അല്ലെങ്കിൽ മാറ്റി പറയുകയാണെങ്കിൽ ദൗഉ സ്വബാഹ്. അപ്പൊ ദൗറുൽ സ്വബാഹ് അല്ലെങ്കിൽ ദൗഉ സ്വബാഹ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം. ഇവയെല്ലാം ആരുടെ പുസ്തകമാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ്. കൂടെ പഠിക്കുക. വക്കം മൗലവി, സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന വക്കം മൗലവിയുടെ ജീവചരിത്ര ഗ്രന്ഥം എഴുതിയതാര്? ഒന്നുമില്ല. ആരുടെ പുസ്തകമാണ്? സ്വദേശാഭിമാനി വക്കം മൗലവി. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആരുടെ പുസ്തകമാണ് സ്വദേശാഭിമാനി വക്കം മൗലവി? ആ പുസ്തകം എഴുതിയ ആളുടെ പേര് ഡോക്ടർ ജമാൽ മുഹമ്മദ്. ഡോക്ടർ ജമാൽ മുഹമ്മദിന്റെ പുസ്തകമാണ് സ്വദേശാഭിമാനി വക്കം മൗലവി. പഠിച്ചില്ലേ? തിരികെ വരാം. വക്കം മൗലവി ഗാന്ധിജിയുമായിട്ട് കണ്ടുമുട്ടിയ വർഷമാണ് 1925. ഗാന്ധിജിയുമായിട്ട് വക്കം മൗലവി കണ്ടുമുട്ടിയ വർഷമാണ് 1925. ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? ശ്രദ്ധിക്കണേ, എന്റെ കൂടെ ആൻസർ പറഞ്ഞു വരണേ. നമ്മൾ പഠിച്ച ആളുടെ പേരെന്തുവാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1873 ഡിസംബർ മാസം 28 ജനിച്ചിട്ട് 1932 ഒക്ടോബർ മാസം 31 മരണപ്പെട്ടു. ശരിയല്ലേ? മുഹമ്മദ് കുഞ്ഞിന്റെയും ആഷ് ബീവിയുടെയും മകനായിട്ട് പൂത്രോൺ വിളാകം വീട്ടിൽ 1873 വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നു. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ്. ഇദ്ദേഹം പുറത്തിറക്കിയ പത്രം സ്വദേശാഭിമാനി. പുറത്തിറക്കിയ വർഷം 905 ജനുവരി 19. ആദ്യം പുറത്തിറക്കിയ സ്ഥലം അഞ്ചുതെങ്ങ്. രണ്ടാമതായി പുറത്തിറക്കിയ സ്ഥലം വക്കം. വക്കത്തേക്ക് പത്രത്തിന്റെ പ്രവർത്തനം മാറ്റിയ വർഷം 907. ഫസ്റ്റ് പത്രാധിപർ CP ഗോവിന്ദപിള്ള, രണ്ടാമത്തെ K രാമകൃഷ്ണപിള്ള. K രാമകൃഷ്ണപിള്ള പത്രത്തിന്റെ പത്രാധിപരായിട്ട് ചുമതലയേറ്റ വർഷം 906. തിരികെ വരാം. നമ്മൾ പിന്നെ പറഞ്ഞ കാര്യം പേപ്പറിന്റെ ആപ്തവാക്യം, ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തില്ല ഒരു നാടിനെ. ഈ സമയം 1,00,000 രൂപ ജാരഗോപാലാചാരി എന്നീ ലേഖനങ്ങൾ K രാമകൃഷ്ണപിള്ള ഈ പത്രത്തിൽ അച്ചടിച്ചു. അങ്ങനെ K രാമകൃഷ്ണപിള്ളയെ നാടുകടത്തി ഈ പത്രം നിരോധിച്ചു. വർഷം 910 സെപ്റ്റംബർ മാസം 26. രാജാവ് ശ്രീമൂലം, ദിവാൻ P രാജഗോപാലാചാരി. അതേ വർഷം തന്നെയായിരുന്നു K രാമകൃഷ്ണപിള്ള ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. ഈ സമയത്തെ വക്കം മൗലവിയുടെ അഭിപ്രായം, എന്റെ പത്രാധിപർ ഇല്ലാതെ എനിക്ക് അച്ചുകൂടവും എന്തിന്? മുസ്ലിം പ്രിന്റിംഗ് പ്രസ് ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസിന്റെയും സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആ വ്യക്തി പുറത്തിറക്കിയ പ്രസിദ്ധീകരണങ്ങൾ 905 സ്വദേശാഭിമാനി, 906 മുസ്ലിം, 918 അൽ ഇസ്ലാം, 918 അൽ ഇസ്ലാം, 931 ദീപിക മാസിക. ഖുറാൻ ആദ്യമായിട്ട് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ മാസികയാണ് ദീപിക പത്രം 87. 924 പത്രം അല്ലമീൻ, 24 അല്ലമീൻ സ്ഥാപകൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ശരിയല്ലേ? വക്കം മൗലവി സംഘടനകൾ: അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം, മുസ്ലിം ഐക്യ സംഘം 922 കൊടുങ്ങല്ലൂർ. ഇനി ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 918 നിലയ്ക്കമുക്ക്, ധർമ്മ പോഷണി സഭ, ലിജാഹുത്തുൽ മുഹമ്മദിയ അസോസിയേഷൻ. കൃതികൾ: ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ദൗറുൽ സ്വബാഹ് അല്ലെങ്കിൽ ദൗഉ സ്വബാഹ്, സ്വദേശാഭിമാനി വക്കം മൗലവി എന്നുള്ള വക്കം മൗലവിയുടെ ബയോഗ്രഫി എഴുതിയ ആളുടെ പേര് ഡോക്ടർ ജമാൽ അഹമ്മദ്. 925 വക്കം മൗലവി ഗാന്ധിജിയുമായിട്ട് കണ്ടുമുട്ടി. പഠിച്ചില്ലേ? തിരികെ വരാം. വക്കം മൗലവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉദ്ധരണികൾ, പറഞ്ഞ അഭിപ്രായങ്ങൾ. സ്കൂൾ പുസ്തകമാണ്, ഒഴിവാക്കരുത്, പഠിച്ചോണം. വക്കം മൗലവിയുടെ പ്രധാനപ്പെട്ട 1ാമത്തെ വാചകം: സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുവാനുള്ള ചിലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുവാൻ സഹായിക്കുകയും ചെയ്യണം. മനസ്സിലായോ? ഒന്നുകൂടെ: സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചിലവ് വഹിക്കുകയും കൂടാതെ അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യുക. ഓർത്തല്ലോ? അപ്പോൾ വിദ്യാഭ്യാസത്തെ അത്രത്തോളം മഹത്വരിച്ച വ്യക്തിയാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകമുണ്ട്: മതവിദ്യാഭ്യാസത്തോടൊപ്പം
ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാക്കൂ. ശ്രദ്ധിക്കണം, മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. ആരുടെ വാചകമാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. നല്ല ഒരു വാചകമാണ്, നോക്കി വെച്ചേക്കണം. ഇനി സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാനുള്ള ഏക മാർഗം വിദ്യാഭ്യാസമാണ്. സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാനുള്ള ഏക മാർഗം വിദ്യാഭ്യാസമാണ്. മനസ്സിലായോ? അപ്പോൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അത്രത്തോളം സ്വാധീനം, അത്രത്തോളം പ്രാധാന്യം ആര് കൊടുത്തു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഫസ്റ്റ് വാചകം, സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുവാനുള്ള ചിലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുവാൻ സഹായിക്കുകയും ചെയ്യുക. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. അല്ലെ? ഒന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കണം. ഒരു കൂട്ടം വിഭാഗം അല്ലെ ഒരു വിഭാഗം നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കളിയാക്കി വിളിച്ച ഒരു പേരുണ്ട്. മനസ്സിലാക്കണം, ഒരു പ്രത്യേക വിഭാഗം വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കളിയാക്കി വിളിച്ചൊരു പേരാണ് കാഫിർ. പേരെന്തുവാണ്? കാഫിർ. അപ്പൊ കാഫിർ എന്ന് പരിഹസിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മനസ്സിലായോ? നേരത്തെ പറഞ്ഞിരുന്നല്ലോ, സവർണ പാണ്ഡിപ്പറയെന്ന് പരിഹസിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യാ ഗുരുവാണെങ്കിൽ കാഫിർ എന്ന് പരിഹസിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. പഠിച്ചില്ലേ? കൂടെ ഓർത്തു വച്ചേക്കണം. മുഹമ്മദീയ സഭയുടെ സ്ഥാപകൻ മക്തി തങ്ങളാണ്. മുഹമ്മദീയ സഭയുടെ സ്ഥാപകൻ മക്തി തങ്ങളാണ്. മാതൃഭാഷയുടെ പോരാളി എന്ന് വിളിക്കപ്പെട്ട വ്യക്തിയും മക്തി തങ്ങളാണ്. ആ വക്കം മൗലവി ആണെങ്കിൽ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു. ആ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് കേരള നവോത്ഥാനത്തിന്റെ പിതാവായ ശ്രീ നാരായണ ഗുരു പറഞ്ഞ വാചകം, ഇനി ക്ഷേത്ര നിർമ്മാണം അല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനങ്ങൾക്ക് വേണ്ടത്. ഇനി ക്ഷേത്രങ്ങളല്ല, മറിച്ച് വിദ്യാലയമാണ് ജനങ്ങൾക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഒരുപാട് പരീക്ഷകൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്, നോക്കി വെച്ചേക്കണം. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനങ്ങൾക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണം. ഈ വാചകം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാചകമാണ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു അല്പം കെ രാമകൃഷ്ണ പിള്ളയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗവും പറഞ്ഞിരുന്നു. നമുക്ക് കെ രാമകൃഷ്ണ പിള്ളയുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഭാഗവും വ്യക്തമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി.